ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഒരു കപ്പോളം ഗോതമ്പ് മാവും പിന്നെ ഒരു 2 തക്കാളിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാവേ. ദാണ്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരയ്ക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളൊന്ന് എടുത്തിട്ട് 1 കപ്പോളം ഗോതമ്പ് മാവൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പ് മാവൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പിനുള്ള അളവാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ആ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് ആദ്യമേ കയറി ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിനകത്ത് തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഒന്ന് വേസ്റ്റ് ആക്കണ്ടല്ലോ. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. വീണ്ടും വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ സ്പൂണ് കൊണ്ട് ഇത് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആവില്ല കേട്ടോ. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും ചെയ്യാം. പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും. ഞാൻ വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കട്ടകളൊന്നും ഇല്ലാതെ എടുക്കണേ. അതാണ്ട് ഇതുപോലെ ഇരിക്കണം കൺസിസ്റ്റൻസി. ഇതുപോലെ ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ചുറ്റിച്ചെടുക്കാം. ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ദോശ ചുട്ടെടുക്കാം. പിന്നെ ഈ ദോശ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ്. ചിലപ്പോൾ കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കാൻ കഴിയില്ല. കുറച്ച് നെയ്യുടെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നോക്കി ആകുമ്പോഴേക്കും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ദോശ ചുട്ട് എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷേ ഗോതമ്പ് ദോശയാണെങ്കിൽ ഗോതമ്പ് ദോശയെക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇത് കിട്ടുന്നത്, നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഗോതമ്പ് ദോശ കാണുമ്പോൾ ഓടുന്നവർ വരെ കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.